എല്ലാവർക്കും മല്ലുവുഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാഴ 2, ദുരന്തർ 2 എന്നീ സിനിമകളുടെ അപ്ഡേറ്റ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് വാഴ 2 എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് സിജു സണ്ണി, ജോമോൻ ജ്യോതി, അരുൺ രാജ് എന്നിവരാണ്. ആദ്യത്തെ അപ്ഡേറ്റ് വാഴ 2 എന്ന സിനിമയെ പറ്റിയാണ്. വാഴ 2 ഇപ്പോഴിതാ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. കഴിഞ്ഞ മാസമായിരുന്നു ഈ ഒരു സിനിമയുടെ റിലീസ് ചെയ്തത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. വാഴ 2 യൂത്ത് കോമഡി ഒരു സിനിമയാണ്. കൂട്ടുകാർ, ജീവിതത്തിലെ സ്ട്രഗിൾസ്, ഫണ്ണി ഇമോഷൻ മൊമെന്റ്സ് എന്നിവയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഫ്രണ്ട്ഷിപ്പിൽ കൂടുതൽ മെച്യൂർ ആവുകയും കരിയർ, ലവ്, ഫാമിലി, പ്രഷസ് എന്നിവയെ പറ്റിയാണ് പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. ജിയോ ഹോട്ട്സ്റ്റാറിൽ വാഴ 2ന്റെ OTT ഈ മാസം മെയ് 10 തന്നെ OTT റിലീസ് ഉണ്ടാവും. അടുത്ത അപ്ഡേറ്റ് TN 2026 എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ തമിഴ് സിനിമയാണ്. ഇപ്പോഴിതാ TN 2026ന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത് ആഹാ തമിഴും ആമസോൺ പ്രൈമുമാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അർജുനൻ, ഷീല രാജ്കുമാർ എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിലെ ഫ്യൂച്ചർ ഇലക്ഷൻ പശ്ചാത്തലത്തിലാണ് ഈ ഒരു കഥ നടന്നു പോകുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ശക്തമായ പോരാട്ടമാണ് ഈ ഒരു കഥ പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ TN 2026ന്റെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ആഹാ തമിഴും ആമസോൺ പ്രൈമിലും ഈ മാസം തന്നെ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് ദുരന്തർ 2 എന്ന സിനിമയെ പറ്റിയാണ്. ദുരന്തർ ഹിന്ദി ഭാഷയിലാണ് റിലീസായത്. മറ്റു ഭാഷകളിലും ഡബ് ചെയ്ത് റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിനിമ ഇപ്പോഴിതാ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ദുരന്തറിന്റെ OTT വാങ്ങിച്ചത്. ദുരന്തർ 2 ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. ആദ്യ ഭാഗങ്ങളിലെ സംഭവങ്ങൾക്ക് ശേഷം കഥ തുടരുന്നതാണ് പറഞ്ഞു പോകുന്നത്. ക്രൈം വേർഡ് കൂടുതൽ ശക്തമാകുന്നതാണ് കഥ. ഇപ്പോഴിതാ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഈ ഒരു സിനിമ മെയ് 16 OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് മനിതൻ ദേവമംഗലം എന്ന സിനിമയെ പറ്റിയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്തു. ഖുഷി, രവി എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്തു. സൺനെസ്റ്റിലാണ് ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്തിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സ്പൈഡർ നോയ് എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷയിലാണ് റിലീസ് ആയിരിക്കുന്നത്. ആമസോൺ പ്രൈം ആണ് സ്പൈഡർ നോയിന്റെ OTT വാങ്ങിച്ചത്. മെയ് 27 ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. 8 എപ്പിസോഡുകളാണ് സ്പൈഡർ നോയിൽ ഉള്ളത്. ഇപ്പോഴിതാ ഈ ഒരു സീസണിന്റെ OTT ആമസോൺ പ്രൈമിൽ മെയ് 27 OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയെ പറ്റിയാണ്. എന്ന് സ്വന്തം പുണ്യാളൻ ഒരു അടിപൊളി സിനിമയാണ്. മഹേഷ് മധു സംവിധാനം ചെയ്ത ഈ ഒരു സിനിമ കോമഡി ഫാമിലി ഡ്രാമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമയുടെ OTT അടുത്ത് തന്നെ റിലീസ് ചെയ്യും. അർജുൻ അശോകൻ, അനശ്വര രാജൻ, ബാലു വർഗീസ് എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പുണ്യാളൻ എന്ന ഒരു യുവാവിന്റെ ജീവിതത്തിൽ നടക്കുന്ന കഥയാണ് കേന്ദ്രീകരിച്ച് പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ എന്ന് സ്വന്തം പുണ്യാളന്റെ OTT മെയ് 17 OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര ബോസൻകോ, നിവിൻ പോളി നായകനായ സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. 3 വർഷം കഴിഞ്ഞു, എന്നിട്ടും ഈ ഒരു സിനിമ ഇതുവരെയായി OTT റിലീസ് ചെയ്തിട്ടില്ല. പക്ഷെ ഈ ഒരു സമയത്ത് OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നിവിൻ പോളി, മമിത ബൈജു, വിനയ് ഫോർട്ട്, ജാഫർ ഇടുക്കി എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നത്. ഇപ്പോഴിതാ മനോരമ മാക്സിൽ ഈ മാസം തന്നെ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യും. മനോരമ മാക്സിൽ ഈ ഒരു സിനിമ മെയ് 27 OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് പൃഥ്വിരാജ് നായകനായ സിനിമയായ വിലായത്ത് ബുദ്ധ എന്ന സിനിമയെ പറ്റിയാണ്. പൃഥ്വിരാജ് നായകനായ ഈ ഒരു സിനിമ ജയൻ നമ്പ്യാരാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ആമസോൺ പ്രൈം ആണ് വിലായത്ത് ബുദ്ധയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമ കഥ നടക്കുന്നത് ഇടുക്കി ജില്ലയിലെ മലനാട് ഗ്രാമ പശ്ചാത്തലത്തിലാണ്. ഒരു ദിവസം വളരെ വിലപിടിപ്പുള്ള ഒരു ചന്ദനമരം മോഷ്ടിക്കാൻ ശ്രമിക്കുന്നത് അതൊരു വലിയ പ്രശ്നമായി മാറുന്നു. ഈ ഒരു സംഭവത്തിന് പിന്നാലെയാണ് ഡബിൾ മോഹനൻ എന്ന ഈ ഒരു യുവാവ് ബുദ്ധൻ എന്ന ശക്തമായ ഒരാളെ പറ്റി പറയുന്നതും സംഘർഷങ്ങൾ ഉണ്ടാവുന്നതും. ഈ ഒരു കഥയാണ് പറഞ്ഞു പോകുന്നത്. ഇപ്പോഴത്തെ ആമസോൺ പ്രൈമിൽ ഈ മാസം അവസാനം തന്നെ വിലായത്ത് ബുദ്ധയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ്സ് ഇറ്റ് ബേബി എന്ന സിനിമയെ പറ്റിയാണ്. ഉണ്ണിമുകുന്ദൻ നായകനായ ഈ ഒരു സിനിമ വിനയ് ഗോവിന്ദാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. നിഖില വിമൽ, ചെമ്പൻ വിനോദ് ജോസ് എന്നിവരും ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. മനോരമ മാക്സ് ആണ് ഗെറ്റ്സ് ഇറ്റ് ബേബിയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്.
അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.